നേരിട്ട ആദ്യ പന്തിൽ തന്നെ ദിനേശ് കാർത്തിക് പുറത്താകുന്നു. ബംഗളൂരു റിവ്യൂ നൽകിയ ശേഷം റീപ്ലേ ദൃശ്യങ്ങൾ എത്തുന്നു. അത് വിക്കറ്റാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടും അമ്പയർ നോട്ട് ഔട്ട് വിധിക്കുന്നു. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ വിടാതെ പിന്തുടരുകയാണ് അമ്പയർമാർ. ഇക്കുറി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ നിർണായക എലിമിനേറ്റർ മത്സരത്തിനിടെയാണ് അമ്പയറിംഗ് അബദ്ധമുണ്ടായത്. RCB ഇന്നിംഗ്സിലെ 15-ാം ഓവറിലാണ് ദിനേശ് കാർത്തിക്കിനെതിരെ LBW അപ്പീലെത്തുന്നത്. ആവേശ് ഖാൻ എറിഞ്ഞ ഓവറിൽ രജത് പട്ടീദാറിന്റെ വിക്കറ്റ് വീണു. പിന്നാലെ DK ക്രീസിലെത്തി. നേരിട്ട ഒന്നാം പന്തിൽ തന്നെ കാർത്തിക് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി. ആവേശ് ഖാന്റെ അപ്പീലിൽ മലയാളി അമ്പയർ KL അനന്തപത്മനാഭൻ ഔട്ട് വിധിച്ചു. എന്നാൽ നോൺ സ്ട്രൈക്കിംഗ് എൻഡിലുള്ള ലോംറോറുമായി ചർച്ച നടത്തി കാർത്തിക് റിവ്യൂ ആവശ്യപ്പെട്ടു. റിവ്യൂവിൽ പന്ത് പാഡിൽ കൊള്ളുന്നതിന് മുമ്പ് ബാറ്റിൽ കൊണ്ടു എന്ന് പറഞ്ഞാണ് TV അമ്പയറായ അനിൽ ചൗധരി തീരുമാനം പുനഃപരിശോധിച്ച് നോട്ട് ഔട്ട് വിധിച്ചത്. എന്നാൽ പന്തല്ല, കാർത്തിക്കിന്റെ ബാറ്റാണ് പാഡിൽ കൊണ്ടത് എന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കമന്ററി ബോക്സിലുണ്ടായിരുന്ന സുനിൽ ഗവാസ്കർ അടക്കമുള്ളവർ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പന്ത് ബാറ്റിൽ തട്ടിക്കിട്ടില്ല എന്നുറപ്പാണെന്ന് ഗവാസ്കർ പറഞ്ഞു. തേർഡ് അമ്പയറുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച രാജസ്ഥാൻ ടീം ഡയറക്ടർ കുമാർ സംഗക്കാര സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാച്ച് ഓഫീഷ്യൽസിനോട് നീരസം രേഖപ്പെടുത്തുന്നത് കാണാമായിരുന്നു. നേരത്തെയും IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ തേർഡ് അമ്പയർ എടുത്ത തീരുമാനങ്ങൾ വിവാദമായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ സഞ്ജു സാംസൺ അടിച്ച 6 ഷായ് ഹോപ്പ് ബൗണ്ടറിയിൽ വെച്ച് കയ്യിലൊതുക്കിയപ്പോൾ താരത്തിന്റെ കാൽ ബൗണ്ടറി ലൈനിൽ തട്ടിയതായി സംശയമുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ പരിശോധന നടത്താതെ അമ്പയർ തീരുമാനമെടുക്കുകയായിരുന്നു. പ്രതിഷേധവുമായി സഞ്ജു അമ്പയർക്കരികിലെത്തി. റിവ്യൂ അടക്കം ആവശ്യപ്പെടാൻ ശ്രമിച്ചെങ്കിലും തേർഡ് അമ്പയറുടെ തീരുമാനത്തിനൊപ്പം പോകാനാണ് ഫീൽഡ് അമ്പയർ തീരുമാനിച്ചത്. ഹൈദരാബാദിനെതിരായ മത്സരത്തിലും സഞ്ജുവിനെതിരെ തേർഡ് അമ്പയർ എടുത്തൊരു മോശം തീരുമാനം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി. മത്സരത്തിൽ ആവേശ് ഖാൻ എറിഞ്ഞ 15-ാം ഓവറിലെ 3-ാം പന്തിലാണ് വിവാദം അരങ്ങേറിയത്. ആവേശിന്റെ പന്ത് ട്രാവിസ് ഹെഡ് പാടാക്കുന്നു. പന്ത് നേരെ ചെന്ന് വിശ്രമിച്ചത് രാജസ്ഥാൻ നായകന്റെ കൈകളിൽ. അപ്പോൾ ഹെഡ് ക്രീസിന് പുറത്തായിരുന്നു. ഇത് മനസ്സിലാക്കിയ സഞ്ജു ഒറ്റയേറിന് കുറ്റിതെറിപ്പിച്ചു. ഈ സമയം ക്രീസിലേക്ക് ഹെഡ് പെട്ടെന്ന് ബാറ്റ് വെച്ചു. രാജസ്ഥാൻ താരങ്ങൾ അപ്പീൽ ചെയ്യുന്നു. ഫീൽഡ് അമ്പയർ തീരുമാനം തേർഡ് അമ്പയർക്ക് കൈമാറി. ഹെഡിന്റെ ബാറ്റ് വായുവിലായിരുന്നു എന്ന് റീപ്ലേ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഐ തിങ്ക് ഹീസ് ഗോൺ, കമന്റേറ്റർമാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തേർഡ് അമ്പയറുടെ തീരുമാനം ഇങ്ങനെയായിരുന്നു: ദ ബാറ്റ് ഈസ് ഗ്രൗണ്ടഡ്. ഗാലറിയിലെ ബിഗ് സ്ക്രീനിൽ നോട്ട് ഔട്ട് എന്ന് തെളിഞ്ഞു. രാജസ്ഥാൻ ആരാധകർ തലയിൽ കൈവച്ചു. ഞെട്ടിക്കുന്ന തീരുമാനം എന്നായിരുന്നു കമന്റേറ്റർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അന്നും അമ്പയറുടെ തീരുമാനത്തിൽ ക്ഷുഭിതനായ കുമാർ സംഗക്കാര ഡഗൌട്ടിനരികിൽ അമ്പയറോട് തർക്കിക്കുന്നത് കാണാമായിരുന്നു. ഹൊറിബിൾ ഡിസിഷൻ എന്നാണ് ഇർഫാൻ പത്താൻ എക്സിൽ അമ്പയറുടെ തീരുമാനത്തെക്കുറിച്ച് എഴുതിയത്. ആവേശ് ഖാന്റെ അടുത്ത പന്തിൽ ട്രാവിസ് ഹെഡ് പുറത്തായതും കർമ്മ എന്ന് ഗവാസ്കർ കമന്ററിയിൽ വിളിച്ചു പറഞ്ഞത് ആരാധകർ പിന്നീട് ആഘോഷമാക്കി. മുംബൈ ലക്നൗ മത്സരത്തിൽ ആയുഷ് ബദോനിയുടെ വിക്കറ്റിലും തേർഡ് അമ്പയറുടെ മോശം തീരുമാനം ചർച്ചയായി. ഇഷാൻ കിഷന്റെ സ്റ്റംപിങ്ങിലാണ് ബദോനി പുറത്തായത്. ബാറ്റ് ക്രീസ് കടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നെങ്കിലും അത് വായുവിലാണ് എന്നായിരുന്നു തേർഡ് അമ്പയറുടെ തീരുമാനം. ഫീൽഡ് അമ്പയറോട് ഏറെ നേരം തർക്കിച്ച ശേഷമാണ് ബദോനി അന്ന് മൈതാനം വിട്ടത്.